Okay, good morning. Good morning, students. Can you hear me? Okay. 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 Hope you all gone through the problems we have done yesterday. എല്ലാവരും ചെയ്തു നോക്കിയായിരുന്നോ? Okay, simple problems ആയിരുന്നു. Okay. And one more thing, trigonometric relations അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് നമ്പർ 1.15 onwards 1.15 onwards we have many identities, trigonometric identities. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അവർ പ്രോബ്ലം അപ്പം നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, നോട്ട്ബുക്കിൽ എല്ലാവരും ഇല്ലേ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. Two locomotives on opposite banks of a canal pull a vessel moving parallel to the banks by means of two horizontal ropes. The tension in these ropes have been measured to be 20 kilonewton and 24 kilonewton, while the angle between them is 60 degree. Find the resultant pull on the vessel and the angle between each of the ropes and the sides of the canal. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? Okay, after finishing the question, please put in the chat box. Okay, right. So now we can see in detail. So what is asked in the question? Two locomotives on opposite banks of a canal pull a vessel moving parallel to the banks.
So you have a canal. You have a canal like this, and this is the bank. This is one of the bank. This is another bank. Okay, bank of a canal. അതായത് land, and this is the canal, water. Okay, and here there is a vessel like this, and it is moving. So two locomotives on opposite banks of the canal pull a vessel. So this is moved by using two locomotives, two vehicles over the two opposite sides of the bank like this. So here you have a locomotive like this, and here also you have an automobile like this, locomotive. So using horizontal ropes, that is using the ropes attached to the vehicle, this is the vessel. Now using these vehicles or locomotives, these are moving in this direction. So as a result, this vessel will be moved in this particular direction. അതായത് എന്താണ്, ഇവിടെ രണ്ട് സ്ട്രിങ് കെട്ടിയിട്ടുണ്ട് അല്ലേ, എന്നിട്ട് ഈ രണ്ട് ലോക്കോമോട്ടീവ്സ് മൂവ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ടെൻഷൻ ഫോഴ്സ് എന്ന് പറയും. അതായത് പോയിന്റിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു ടെൻഷനും കംപ്രഷനും. ദർ ആർ ടു ടേംസ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ടെൻഷൻ ആക്ട്സ് എവേ ഫ്രം ദ ബോഡി ഓർ പോയിന്റ്, ആൻഡ് കംപ്രഷൻ ആക്ട്സ് ടുവേർഡ്സ് ദ പോയിന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ വെസലിൽ നിന്ന് വെളിയിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലേ. അതായത് നമ്മൾ എന്താണ്, ഈ ബോഡി ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത് അല്ലേ. അപ്പോൾ വി എക്സ്പീരിയൻസ് എ ഫോഴ്സ് ലൈക്ക് ദിസ്, ഇങ്ങനൊരു ഡയറക്ഷനിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതേപോലെ ഇവിടെയും ഇങ്ങനൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ രണ്ട് ഫോഴ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെയാണിത് മൂവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടെൻഷൻ ഇൻ ദീസ് റോപ്സ് ഹാവ് ബീൻ മെഷേർഡ് ടു ബി 20 kN ആൻഡ് 24 kN. അപ്പോൾ ഈ പോർഷനിൽ 20 kN, അതുപോലെ ഈ ഒരു പോർഷനിൽ 24 kN ആക്ട് ചെയ്യുന്നത്. While the angle between them is 60 degree. So the angle between the two forces is 60 degree. Taken as 60 degree. ഈ പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റിസൾട്ടൻ്റ് പുൾ ഓൺ ദ വെസൽ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദ റോപ്പ് ആൻഡ് ദ സൈഡ് ഓഫ് ദ കനാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസൾട്ടൻ്റ്, ക്യാപിറ്റൽ R. പിന്നെ പറയുന്നതാണ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദ റോപ്പ് ആൻഡ് സൈഡ് ഓഫ് ദ കനാൽ. സൈഡ് ഓഫ് ദ കനാൽ എന്ന് പറയുമ്പോൾ ഇതാണ് സൈഡ് അല്ലേ. അപ്പോൾ സൈഡ് ഓഫ് ദ കനാലും ഈ ആംഗിൾ റോപ്പും തമ്മിലുള്ള ആംഗിൾ, ദിസ് പർട്ടിക്കുലർ ആംഗിൾ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ ഇവിടുത്തെയും ഈ ആംഗിൾ. ഇപ്പോൾ സപ്പോസ് ദിസ് ആംഗിൾ ഇസ് ആൽഫ ആൻഡ് ദിസ് ആംഗിൾ ഇസ് ബീറ്റ. ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്കറിയാം. ഇപ്പോൾ ഇതിനെ നമുക്കൊരു സിംപ്ലിഫൈഡ് വേർഷനായിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എങ്ങനെയാണ്, this is the vessel and the first force 20 kN is acting. Then next force is tension force is 24 kN acting in this direction. Then we have to find the resultant. Resultant will be somewhat like this between these two forces, and the total angle between them is 60 degree. This particular angle is 60 degree, we know that. And angle between the this particular side of the canal and this tension force is taken as alpha. So
ഈ ഒരു ആംഗിളാണ് പറഞ്ഞിരിക്കുന്നത് ആൽഫ. ഇത് ആൽഫ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എന്തായിരിക്കും? ആൽഫ ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ ആൽഫ ആയിരിക്കും. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? നമുക്കിപ്പം പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാം അല്ലേ? അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ഇഫ് വി ഹാവ് ടു പാരലൽ ലൈൻസ് cut by a transversal, then this particular angle will be equal to this particular angle. Alternate angles are equal. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതുപോലെ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും? ഈ ആംഗിൾ തന്നെയായിരിക്കും ഇത്. therefore this is ആൽഫ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ബീറ്റ. ഈ ഒരു ബാങ്ക് സൈഡ് ഓഫ് ദ ബാങ്ക് ആൻഡ് this 24 kilonewton makes an angle beta. So that will be same as this particular angle beta. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ആർ, then we have to find the value of alpha and beta. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇങ്ങനെ ഒരു പാരലൽ ലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ അതിൽ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ജസ്റ്റ് ഞാനൊന്ന് തുടങ്ങി വെക്കാം, അത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ ഒരു വട്ടം പറയാം. എന്താണ്? 2 locomotives on opposite banks of a canal pull a vessel moving parallel to the bank by means of 2 horizontal ropes. അപ്പോൾ we have got a vessel like this. It is kept in the canal and it is being pulled by 2 locomotives like this in this particular direction. So as a result it will move in the horizontal position. So we have to find what is the resultant motion or resultant in magnitude r and also the angle. So in order to find, we are considering the figure like this. First force is 20 kilonewton and next one is 24 kilonewton. And this is the resultant R. The total angle is 60 degree. That is, if we take the total angle as theta, and this is alpha, this is beta, we'll give the name here P for 20 kilonewton and Q for 24 kilonewton. Then R equal to, what will be R? R എന്തായിരിക്കും? സഹില നൂറ. സഹില നൂറ. ഹലോ സർ. ഓക്കെ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ആർ? സർ ഇത്രയും നേരം എനിക്ക് റേഞ്ച് ഇല്ലാത്തോണ്ട്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. അല്ല, പ്രോബ്ലം മനസ്സിലായിരുന്നോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പം റേഞ്ചിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട് മിക്കവർക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് കഴിഞ്ഞ പാടെ ഞാനിതിപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ അത് റെഫർ ചെയ്യുക, ഇന്ന് തന്നെ റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. അപ്പം ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് റിസൾട്ടൻ്റെ വാല്യൂ അറിയാം. എങ്ങനെയാണ് റിസൾട്ടൻ്റ് കിട്ടുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. ഓക്കെ, റിസൾട്ടൻ്റ് ആർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് ഫോഴ്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫോഴ്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ഫോഴ്സ് ഇൻറ്റു സെക്കൻഡ് ഫോഴ്സ് ഇൻറ്റു കോസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2. അതായത് ടോട്ടൽ ആംഗിൾ എന്താണ്? തീറ്റ. ഇനി ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. പിയുടെ വാല്യൂ 20, ക്യൂ 24 ആൻഡ് തീറ്റ ഈസ് 60 ഡിഗ്രി അല്ലേ? തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. സംതിങ് കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതേപോലെ ഇനി ആൽഫ എം ബീറ്റ ആണെങ്കിൽ, ആൽഫ കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ് അല്ലേ? 60 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റേതും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ആൽഫ, ദെൻ ദ റിലേഷൻ ഇസ് ടാൻ ആൽഫ ഈക്വൽ ടു എന്തായിരുന്നു?
ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടൻറ്റും പിയും തമ്മിൽ മേക്ക് ചെയ്യുന്നതാണ്. ദെയർഫോർ ദ ന്യൂമറേറ്റർ ഷുഡ് കണ്ടെയ്ൻ ദ അതർ വൺ, ദാറ്റ് ഈസ് ക്യൂ അല്ലേ? അതായത് ക്യൂ സൈൻ ടോട്ടൽ ആംഗിൾ ബൈ ദ അതർ വൺ പ്ലസ് ക്യൂ കോസ് ടോട്ടൽ ആംഗിൾ ഈക്വൽ ടു, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വാല്യൂസ്. 24 സൈൻ 60 ബൈ 20 പ്ലസ് 24 കോസ് 60 ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ ടാൻ ഇൻവേഴ്സ് ചെയ്താൽ നമുക്ക് ആൽഫ കിട്ടും. ദെർഫോർ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആംഗിൾ ഇൻ ഡിഗ്രീസ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ വേഗം എല്ലാവരും. then when you get the value of alpha, then beta will be equal to എന്തായിരിക്കും? beta will be equal to 60 മൈനസ് ആൽഫ അല്ലേ? എന്താണ്? ടോട്ടൽ ആംഗിൾ 60 ആണ് അല്ലേ? ടോട്ടൽ ആംഗിൾ 60 ആണ്. ദെർഫോർ ആൽഫ അറിയാമെങ്കിൽ നമുക്ക് ബീറ്റ വിൽ ബി ഈക്വൽ ടു 60 മൈനസ് ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു അത് ഒരു ഡിഗ്രിയിൽ കിട്ടും. ഈ 3 വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ചാറ്റ് ബോക്സിൽ വന്നിട്ടെ. So what is the value of R? Capital R. $38.15. Yes, that's it. So you will get the value as 38.15, right? Okay. Then the value of alpha 33 degree. 33 degree. Okay, right. 33 degrees. Therefore, the value of beta will be equal to 60 minus 33. That is 27 degree. 27 degree. Okay, 27 degrees. Okay. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. 33.02 മാളവിക 34. എന്താ പറ്റിയേ? ഫാത്തിമത്തുശാല, മാളവിക, ഷാനിൽ, രജത്, അശ്വന്ത് ടി കെ. 33 എങ്ങനെ വന്നേ? ഒരു കാര്യം ചെയ്യും, പിന്നെ അത് രജത് ജസ്റ്റ് ആ ബുക്കൊന്ന് കാണിക്കുമോ? പോയിന്റ്സ് വാല്യൂ എടുത്തതാ. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ടൊന്ന് നോക്കുക. ഇപ്പോൾ വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യുക. നമുക്ക് കിട്ടേണ്ട വാല്യൂ, ആറിൻ്റെ വാല്യൂ, അതേപോലെ ആൽഫ ബീറ്റ നോക്കുക. ഈ വാല്യൂ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സിന് ശേഷം നമുക്ക് 1 മണിക്ക് ശേഷം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലീസ് ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ്, എല്ലാവരും എഴുതിയെടുത്തോ ക്വസ്റ്റ്യൻ. ഓക്കെ. The greatest and least resultant of two forces acting on a body are 35 kilonewton and 5 kilonewton respectively. Determine the magnitude of the forces. What would be the angle between these forces if the magnitude of the resultant is stated to be 25 kilonewton? രണ്ട്
പാർട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ആദ്യം ഒന്ന് എഴുതുക. So please put the message if you are finished. Yes, okay. Now see, here it is asked, the greatest and least resultant of two forces are 35 and 5 kilonewton. So greatest resultant. So when will you get a greatest resultant? ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ വരിക? രണ്ട് ഫോഴ്സസ്, സപ്പോസ് യു ഹാവ് ടു ഫോഴ്സസ്, ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് ദിസ്. First force act like this, second force can act like this one, or first force can act like this and second force can act in the opposite direction or in the same direction, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പിൽ ആക്ട് ചെയ്യാം. ഇവിടെ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് വരണമെങ്കിൽ രണ്ടും സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. ഓക്കെ, സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് കിട്ടുക. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പോകും അല്ലേ. ഇനി ഇതിൻ്റെ ലീസ്റ്റ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് റിസൾട്ടൻ്റ് വരിക. അതെപ്പോഴും ഓർക്കുക. അതായത് ഇപ്പം നമുക്കൊരു ബോഡി എടുത്തു, ഒരു സപ്പോസ് യു ഹാവ് എ ബോഡി ലൈക്ക് ദിസ്. അപ്പോൾ 2 persons ആർ പുഷിങ് ദ സെയിം ഡയറക്ഷൻ. രണ്ടുപേരും ഈ ഒരു ഡയറക്ഷനിൽ ഇതിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഏറ്റവും മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരേ ഡയറക്ഷനിൽ പുഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ഫോഴ്സ് കിട്ടുക. അതേസമയം സപ്പോസ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആണ് നമ്മുടെ ബോഡി ഉള്ളത്. ഇവിടുന്ന് ഒരാൾ പുഷ് ചെയ്യുന്നുണ്ടാവും, ഇവിടുന്ന് വേറെ ആൾ പുഷ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇത് ലീസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, അധികം മൂവ് ചെയ്യില്ല. ഇനി ആരാണോ കൂടുതൽ ബലമുള്ളത് അയാളുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക അല്ലേ. ഇനിയിപ്പം ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടായിരിക്കും എന്താണ്? ഒരാൾ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വേറെ ആൾ വേറൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് ഇയാൾ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു റിസൾട്ടൻ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഗ്രേറ്റസ്റ്റും ആയിരിക്കില്ല, ലീസ്റ്റും ആയിരിക്കില്ല, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതായിരിക്കും. ദിസ് ഇസ് ലൈക്ക് ദിസ്, ഇതേപോലെ വരുന്നത്. അപ്പോൾ എനിവേ ഗ്രേറ്റസ്റ്റ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലീസ്റ്റ് റിസൾട്ടൻ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് ആർ 35 and 5 kilonewtons respectively. So let us assume the forces as P and Q. These are the two forces. Okay, so let us assume the two forces as P and Q. Then it is given the greatest value is 35. That means P plus Q equal to 35. Next, least resultant is 5 kilonewton. That means P
minus q, that is one of the forces in the opposite direction. അതായത് ഇവിടെ പി ഉണ്ട്, ഇത് ക്യൂ ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു സൈൻ കൺവെൻഷൻ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു? ഇത് എക്സ് പോസിറ്റീവ്, ഇത് എക്സ് നെഗറ്റീവ്, ഇത് വൈ പോസിറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ളതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ പി ഈ ഡയറക്ഷൻ ആയിരുന്നു, ക്യൂ ഈ പർട്ടിക്കുലർ ഡയറക്ഷനാണ്, ദെർഫോർ ഇറ്റ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ പി മൈനസ് ക്യൂ ഈക്വൽ ടു എത്രയായിരിക്കും? 5. ഇങ്ങനെ രണ്ട് റിലേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ വി നോ ഹൗ ടു സോൾവ്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാം. അപ്പം യൂസിങ് ദ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതിൽ നമുക്ക് പിൻ്റെ വാല്യൂ അതേപോലെ ക്യൂയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ആസ് പി ഈക്വൽ ടു അതുപോലെ ക്യൂ ഈക്വൽ ടു, ഒന്ന് ചെയ്ത് നോക്കിയേ വേഗം. So what is the value of P? P the value 20. Okay, right. P 20 kilonewton. Therefore Q will be equal to എന്തായിരിക്കും? ബാക്കി അല്ലേ 15 kilonewton. So we get the values for P and Q as P equal to 20 kilonewton and Q is equal to 15 kilonewton. Now the next question, ഇനി നെക്സ്റ്റ് പാർട്ട്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിയുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ്. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് പിൻ്റെ ക്യൂവിൻ്റെ വാല്യൂസ് അത് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? What would be the angle between these forces if the magnitude of the resultant is stated to be 25 kilonewton? So suppose the resultant R is 25 kilonewton and the values of P and Q are like this, that is 20 and 15. Then what is the angle between them? അപ്പോൾ ഇതേ ഫോഴ്സുകൾ തന്നെ ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വെക്കുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് 25 kilonewton കിട്ടും. അത് ഏത് ആംഗിൾ? അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സിമ്പിളാണ് അല്ലേ. അതായത് നമുക്ക് ഗിവൺ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? 25 ആർ ഈക്വൽ ടു 25 kilonewton ആൻഡ് ദ ഫോഴ്സസ് പി ഈക്വൽ ടു 20 kilonewton and Q equal to 15 kilonewton. Now we have to find the angle between P and Q, that is theta. Theta we have to find. So how to find? We know the relation, that is R equal to root of P square plus Q square plus 2PQ cos theta. And by substituting we get, this implies 25 equal to root of, എല്ലാവരും ചെയ്തു നോക്കിയേ, 20 square plus 15 square plus 2 into 20 into 15 cos theta. From this we have to find the value of theta. ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇതിന് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ടിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. റൂട്ടിനെ ഒഴിവാക്കണമെങ്കിൽ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യണം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് തീറ്റയുടെ വാല്യൂസ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്ക്വയർ ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് 625 will be equal to 20 square plus 15 square plus 2 into 20 into 15 cos theta. Now move these terms to the left side and divide by this particular value. Then we will get cos theta equal to one term. Then therefore theta equal to cos inverse of that particular term. That will get a value. So please find that. ചെയ്തു നോക്കിയേ വേഗം. Okay, 90 degree. Good. $90 എല്ലാവർക്കും കിട്ടിയോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കിട്ടാത്തവർ വീട്ടിൽ നിന്ന് ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കത്. ഓക്കെ, ജസ്റ്റ് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും കാര്യം രണ്ട് പാർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദ magnitude of the forces, that is the value of P and Q. Then the second part we have to find the angle between the two forces. എന്താണ് എപ്പോഴാണ് when the resultant is 25 kilonewton. Resultant 25 kilonewton ആണെങ്കിൽ ഈ രണ്ട് ഫോഴ്സിനെ എങ്ങനെ വെക്കണം, ഏത് ആംഗിളിൽ വെക്കണം, അതാണ് നമ്മൾ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ച് ചെയ്തത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. Two forces of equal magnitude P act at an angle theta to each other. What will be their resultant? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ചെയ്യാൻ പറ്റുന്നവർ ഇപ്പം തന്നെ ചെയ്തോ. അതായത് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് നോട്ട് ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? Two forces of equal magnitude P act at an angle theta to each other. What will be their resultant? So here you have two forces and the two forces are equal in magnitude. They are equal and the value is P itself, and it is kept at an angle theta. So what is the value of the resultant? So actually if suppose this is acting like this, we have got two forces P and P, and the resultant is R. The total angle is theta. So you have to find the value of R. So R equal to root of എന്തായിരിക്കും? P square plus second force square plus 2 into first force into second force into cos total angle, right? So this can be written as എങ്ങനെയായിരിക്കും വരിക? ഇതിൽ നമുക്കൊന്ന് വേറെ ഒന്നുമില്ല, ഒരു വാല്യൂ അല്ല, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ആയിരിക്കും കിട്ടുക. ഒരു ടെക്നോമെട്രിക് റിലേഷൻ ആയിരിക്കും, നമുക്ക് സിംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. You'll get like this. P square plus P square you can write as 2P square plus 2P square cos theta. Now you can take 2P square
common, then 2p square into 1 plus cos theta, 1 plus cos theta. ഇനി ഇതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തും. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് തീറ്റ ബൈ 2ന് നമുക്ക് വേണമെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 നമുക്ക് കൊടുക്കാം അല്ലേ. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് 2 ഇൻറ്റു 2. ന്യൂമറേറ്ററിൽ ഒരു 2 കൂടെ എക്സ്ട്രാ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക അല്ലേ, അങ്ങനെ തന്നെ എഴുതാം. 2 ഇൻറ്റു 2p square into 1 plus cos theta divided by 2. This can be written as 4p square into 1 plus cos theta by 2. And this 1 plus cos theta by 2 can be written as cos square theta by 2, right? So you can convert it like this: 4p square into cos square theta by 2. Now taking the square root, you will get the value as 2p into cos theta by 2. Okay, this is the value for r. Okay, so got it. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു, we have got two forces which are equal in magnitude and it is at an angle theta with each other. So we know the relation for our resultant. It is like this: by substituting and rearranging we get the value. So ഇതിനൊക്കെ നമുക്ക് വേണ്ടതാണ്, നമുക്ക് ട്രിഗ്നോമെട്രിക് റിലേഷൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയണം അല്ലേ. ഇങ്ങനത്തെ കുറേ റിലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രിഗ്നോമെട്രിക് റിലേഷൻസ് ഒക്കെ എപ്പോഴും ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഐഡൻറ്റിറ്റീസ് ഉണ്ടാവും. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് നമുക്കിത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രോബ്ലം അല്ലേ. അപ്പോൾ ഈ സ്പീഡ് ഓഫ് പ്രസൻറ്റേഷൻ കുഴപ്പമുണ്ടോ? സ്പീഡ് കുറയ്ക്കുമോ കൂട്ടുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? Okay, so we can move to the next question. Simple question ആണ്. Resultant of two forces is equal to either of them. Determine the angle between the forces. അപ്പോൾ ഇത് കുറച്ചും കൂടെ രസകരമായിട്ടൊരു പ്രോബ്ലമാണ്. ഇപ്പം എന്താണ് പ്രത്യേകത? The resultant of two forces is equal to either of them. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടും equal forces. You have got two equal forces in the previous question. ഈക്വൽ ഫോഴ്സുകളായിരുന്നു, അതിൻ്റെ റിസൾട്ടൻറ്റും അതേ വാല്യൂ തന്നെയാണ്. ഇപ്പം 20 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റും 20 തന്നെ. അപ്പം ആ രീതിയിൽ അപ്പം എല്ലാം സെയിം വാല്യൂസ് ആണ്. അങ്ങനാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യുക? ഇതേപോലെ തന്നെയാണ്. അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അതായത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. സോ വി ഹാവ് ടു ഫോഴ്സസ്. സപ്പോസ് ഇറ്റ് ഈസ് P. Here also we have P and the resultant will be R, which is equal to P. അതും P ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പർട്ടിക്കുലർ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ. So we have the relation R equal to root of P square plus 2 P into P cos theta. Now R is equal to P, therefore we can write as P equal to root of P square plus 2 P square cos theta
ഇതിനെ ഒന്ന് ഇത് ചെയ്യുക, എന്താ പറയുക, റീഅറേഞ്ച് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിയേ, തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ, എന്താണ് തീറ്റയുടെ വാല്യൂ എന്ന് നോക്കുക. ഓക്കെ, തീറ്റയുടെ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ടൈം ആയി തോന്നുന്നു. സോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പി സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ, ദറ്റ് ഈസ് 2p സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ കോസ് തീറ്റ അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ്. അതായത് പി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ 2p സ്ക്വയർ കോമൺ എടുത്ത് ഞാൻ എന്തായിരുന്നു, 2p സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലേ. അങ്ങനെ നമുക്ക് എടുക്കാം. ദെയർഫോർ അതിൽ നിന്ന് എന്താണ് നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക, ദാറ്റ് ഈസ് പി സ്ക്വയർ ഈക്വൽ ടു 2p സ്ക്വയർ ഇൻറ്റു, അല്ലെങ്കിൽ 4p സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ബൈ 2, that is p square equal to 4p square into cos theta by 2, cos square theta by 2. ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുക, സമയം കഴിഞ്ഞു ഏകദേശം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി, 120 ഡിഗ്രി. തീറ്റ ബൈ 2 നമുക്ക് 60 ആയിട്ട് കിട്ടും. ദെയർഫോർ തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി. ഈ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, 120 കിട്ടിയല്ലേ കുറേ പേർക്ക്. ഫാത്തിമ, സൂറ, ഷാന, സിറിൻ. ഓക്കെ, ഗുഡ്. Okay, thank you.